തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എങ്ങനെയാകും ഭരണനിർവഹണം? മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ സ്പീക്കിംഗ്. ജില്ലയുടെ സമഗ്രമായൊരു വികസനം ഞങ്ങൾ ലക്ഷ്യമെക്കുന്നു. ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കണം. പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരണം. ആരോഗ്യരംഗത്ത്, വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഈ രംഗത്തൊക്കെ വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്യമെക്കുന്നുണ്ട്. എടുത്തു കാണിക്കാൻ പറ്റുന്ന യാതൊന്നുമില്ലാത്തൊരു ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം, ജലസേചന മേഖലയിലെ പ്രശ്നം, കൃഷിയുമായി ബന്ധപ്പെട്ട് ഇതൊന്നും പരിഹരിക്കാൻ ഒരു പദ്ധതിയുമില്ല. യഥാർത്ഥത്തിൽ ചാലിയാറും നമ്മുടെ കടലുണ്ടിയും ഉൾപ്പെടെയുള്ള ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള വലിയ ജലസമ്പത്ത് നമ്മുടെ ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള സംരംഭങ്ങൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ ഇതൊന്നുമില്ല. ജില്ലയെ തന്നെ ഒരു യൂണിറ്റായി കണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രിയുടെ ദേശീയ ഗ്രാമ സടക്ക് യോജന പ്രകാരം റോഡുകളുടെ വികസനമാണ് ഒന്നാമത്. രണ്ടാമത് ഈ ട്രൈബൽ ഏരിയാസ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ ട്രൈബൽ ഏരിയാസിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ആതുരാലയം, അതായത് നിലമ്പൂർ വരെ പോവുകയാണെങ്കിൽ ഈ ട്രൈബലുകാർക്ക് അവർക്കൊരു ഇത്ര നിശ്ചിത ബസ് അല്ലെങ്കിൽ വണ്ടിക്കൂലി അവർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പലർക്കും അവിടെ എത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ട്. അത് ഈ ചുങ്കത്തറ PHC അത് നേരെയാക്കുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഈ വരക്കുളം പാലം വരികയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് കരളായി കോളനികൾക്കുള്ളവർക്ക് അവിടെ എത്താൻ പറ്റും.